ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ചിലരിതിന് തൊലി കളയാതെയും എടുക്കാറുണ്ട്, പക്ഷേ നമ്മളിവിടെ തൊലി കളഞ്ഞാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അമ്മ ഇത് കട്ട് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കണം. അതായത് ഫസ്റ്റ് ഉള്ളി, കൊച്ചുള്ളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ സവാള ഒട്ടും എടുക്കുന്നില്ല, കൊച്ചുള്ളി മാത്രമാണ് ഇതിന് എടുക്കുന്നത്. അടുത്തതായി മണത്തിനും ഗുണത്തിനുമായി കറിവേപ്പില, 3 പച്ചമുളക്, ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീനിനെ ഒന്ന് കഴുകി വരഞ്ഞ് എടുക്കാം. മീൻ ദാ ഇവിടെ വരഞ്ഞ് കഴുകി കുട്ടപ്പനായിട്ട് ദാ ഈ ചട്ടിയിൽ കിടപ്പുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ഇട്ട് കരിമീൻ കുട്ടനെ ഒന്ന് സുന്ദരനാക്കണം. നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇനി നമ്മൾ മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. ഗരം മസാല നല്ല ഫ്ലേവറാണ്. ഗരം മസാല ഇട്ട് കൊടുത്ത് അതിലേക്കൊരു ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, കുരുമുളക് അറിയാലോ, മീനിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ്. കുരുമുളക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർക്കാനുള്ളത്. ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്കിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് തിരുമ്മി അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ ഫില്ലിങ്സ് ഒക്കെ വന്ന് നിറച്ച് ഇതിനെ ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കണം. എന്നാലേ ഈ മസാലയെല്ലാം മീൻകുട്ടനിൽ പിടിച്ച് ഇരിക്കത്തുള്ളൂ. എന്നാലേ നമ്മൾ ആ ഫ്രൈ ചെയ്യുമ്പോൾ ആ മണവും ആ ഒരു ടേസ്റ്റൊക്കെ അതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവൻ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പായി അവനൊരു അലങ്കാരത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം വയ്ക്കുക, സ്റ്റൗ ഓണാക്കുക. ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കെന്താ ചെയ്യേണ്ടത്? അതിലേക്ക് ഓയിൽ ഒഴിക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2-3 നെല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മീൻ ഇട്ട് കൊടുക്കാം. 2 മീനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീനൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീൻ ആവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉടയാതെ പയ്യെ മറിച്ചിടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഒരു കുഴപ്പമില്ലാതെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളെല്ലാം റെഡിയാക്കണം. അതിനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചെടുക്കാം. അത് ഒന്ന് ക്രഷായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഇളക്കി അതൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഇത് മൂട്ടിൽ പിടിക്കാതെ നോക്കണം, ചട്ടിയുടെ മൂട്ടിൽ പിടിക്കാതെ നോക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കൊച്ചുള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സവാള ഞാൻ ഒട്ടും ചേർക്കുന്നില്ല.
കൊച്ചുള്ളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ചേർക്കണം. അതായത് ഞാൻ ഒരൊറ്റ തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് ഫുള്ള് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3 പച്ചമുളക് അതരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി മൂടി ഒന്ന് വെക്കണം. ഇനി മൂടി തുറന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഗരം മസാല. എന്നിട്ട് നന്നായി ഇളക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ പൊടി നല്ല ടേസ്റ്റ് തരും. ഇതിന് നല്ല ഫ്ലേവറാണിതിന്. അതിനുശേഷം നന്നായി ഇളക്കണം. കുറച്ച് ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ഗ്രേവി ടൈപ്പിന് വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കണം. ഒരു ചെറിയൊരു തിള വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടെ വേണം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി വാഴയില നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇനി വാട്ടിയ വാഴയിലയിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ വെച്ച് കൊടുക്കാം. മീൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. മസാല ഫുള്ള് അതിൻ്റെ പുറത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് പൊതിഞ്ഞ് കെട്ടി മടക്കി വെക്കണം. അതുപോലെ തന്നെ അടുത്ത മീനിലും അതുപോലെ മസാലയെല്ലാം ഫില്ല് ചെയ്ത് അത് നമുക്ക് കെട്ടി വയ്ക്കാവുന്നതാണ്. അടുത്തതായി ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അപ്പുറവും ഇപ്പുറവും നന്നായി മൂപ്പിച്ചെടുക്കണം. അടച്ച് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതിവിടെ റെഡിയാവുള്ളൂ. അപ്പോൾ ഈ വശം ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 മീനും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറുവശവും കൂടെ മൂത്ത് വരണം. അപ്പോൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യണം. പാത്രത്തിലേക്ക് നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഇത് തുറന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. കണ്ടിട്ട് നല്ല ഭംഗി തോന്നുന്നുണ്ട്. ഇനി കഴിച്ചിട്ടും കൂടെ എങ്ങനെയാണെന്ന് നോക്കണം. ആ മസാല എല്ലാം ആ മീനിൽ നല്ല പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നിന്ന് ഇതൊന്ന് കഴിച്ച് നോക്കാം. നമ്മളതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉഗ്രൻ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്